ഹായ്! കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നമ്മളൊരു കൺമഷി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഞാനന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ബാക്കിയൊന്ന് കണ്ടാലോ? അപ്പോൾ അന്ന് നമ്മൾ പച്ചിലയുടെ നീരിനകത്തൊക്കെ മുക്കി ഉണക്കി വെച്ചിരുന്ന തുണിയാണ് ഈ മടക്കുന്നത്. അത് ഞാൻ നമ്മുടെ ചെറിയ തിരിശീല പോലെയാണ് മടക്കിയെടുക്കുന്നത്. കുറച്ച് കനത്തിലാണ് മടക്കുന്നത്. അപ്പോൾ ആ തിരിശീല കണക്ക് ഞാൻ ഒരു 2-3 പീസ് മടക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല ഒരു പാത്രം, ഏത് പാത്രമായാലും കുറച്ച് എരിവൊന്നും പറ്റിയിട്ടില്ലാത്തൊരു പാത്രത്തിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ഈ തിരിശീല തുണികൾ നന്നായിട്ട് ആ നെയ്യിലൊന്ന് മുക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, എരിവൊന്നും ഉള്ള പാത്രമാകാൻ പാടില്ല. അപ്പോൾ ആ തിരിശീല തുണികൾ നന്നായിട്ട് നെയ്യിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് നെയ്യ് ഉരുക്കിയെടുക്കുക. അതായത് ഇതിപ്പോൾ കട്ടിയായിട്ടിരിക്കുന്ന നെയ്യല്ലേ, അപ്പോൾ കുറച്ച് ലൂസായിട്ട് നമ്മുടെ എണ്ണ പോലെ ഇരിക്കുന്ന നെയ്യ് എണ്ണ പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അതൊരു മൺചിര അതിനകത്തോ അല്ലെങ്കിൽ നിലവിളക്കിനകത്തോ ഒഴിക്കുക. എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ആ തിരിശീല വെച്ച് കത്തിക്കേണ്ടത്. അപ്പം എൻ്റെ കയ്യിൽ മൺചിരാത് ഉണ്ടായതുകൊണ്ട് ഞാൻ അതിനകത്ത് വെക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിലവിളക്കാണെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് അതൊരു തീപ്പെട്ടി അതിന് വെച്ച് കത്തിക്കുക. എന്നിട്ട് പുതിയ ഒരു മൺചട്ടി അതിനകത്ത് കമഴ്ത്തി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അടുക്കളയിൽ നിന്ന് ഉപയോഗിച്ച ഒരു ചട്ടിയും നിങ്ങൾ എടുക്കരുത്. അതിനകത്തൊക്കെ നല്ല എരിവ് കാണും. കൺമഷിക്ക് ഭയങ്കര എരിവായിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് പുതിയ ചട്ടി തന്നെ വേണമെന്നുള്ളത്. അപ്പോൾ അതെടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഈ തിരി കത്തി തീരുമ്പോൾ നമ്മളതെടുത്ത് നോക്കുമ്പോൾ ഈ ചട്ടിക്കകത്ത് നിറയെ ഇതിൻ്റെ കരിയായിരിക്കും. കണ്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്ലാവിൽ വെച്ച് ഇങ്ങനെ ചുരണ്ടി എടുക്കുക. നമ്മളിങ്ങനെ പ്ലാവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചുരണ്ടുമ്പോഴേ അത് നന്നായിട്ട് വരും. ആ ആശി വെച്ചാണ് നമ്മൾ കൺമഷി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആ കിട്ടിയിരിക്കുന്ന ആശി വീണ്ടും ഒരു ചെറിയ ചിരാതിനകത്ത് തന്നെയാണ് എടുത്ത് വെക്കുന്നത്. അതാകുമ്പോൾ എരിവൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ ചിരാതിനകത്ത് എടുത്തിട്ട് ആ ആശിനകത്തിട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചിലർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്. വെളിച്ചെണ്ണയാകുമ്പോൾ കൺമഷിക്ക് ഭയങ്കര എരിവായിരിക്കും. പിന്നെ നമ്മളത് വെള്ളത്തിലൊക്കെ ഇടേണ്ടി വരും. അതിൽ നല്ലത് നെയ്യാണ്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിക്കുന്നത് കൺമഷിയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു അളവിനുള്ള നെയ്യാണ് ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ടത് നന്നായിട്ട് നമ്മൾ വിരൽ വെച്ചോ, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി ഉള്ളതാണ് ഞാൻ വിരൽ വെച്ച് കറക്കുന്നത്. വിരൽ വെച്ചോ അല്ലെങ്കിൽ ചെറിയ കമ്പോ എന്തായാലും വെച്ചൊന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് ആ കൺമഷിയാണത് കേട്ടോ. നമ്മളപ്പോൾ നമ്മുടെ കൺമഷിയുടെ പരിപാടി തീർന്നു. അപ്പോൾ ഇനി അടുത്ത ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കൺമഷി എടുത്ത് വെച്ച് ഞാൻ അതിൻ്റെ കണ്ണിലൊന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇതിന് വലിയ എരിവൊന്നുമില്ല, നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ഇതിന് പക്ഷേ നല്ലൊരു മണവും കണ്ണിന് നല്ല തണുപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കറുപ്പ് നിറമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ കൺമഷിയുടെ കറുപ്പ് അറിയാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ നിങ്ങളൊരു പൊട്ടും കൂടെ വെച്ച് കാണിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺമഷിയുടെ വീഡിയോ. കൺമഷി മേക്കിംഗ്, അതായത് കൺമഷി ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.